എല്ലാവർക്കും നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന പ്യൂൺ റൂം അറ്റൻഡന്റ് പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കുക. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ് ആണ്. JD വാൻസ്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനുമൊപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളിയാരാണ്? VP മേനോൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ. ചോദ്യം നോക്കണം. വൈസ് ചെയർമാനാണ്. ഉത്തരം ഓപ്ഷൻ ബി ഗുൽസരിലാൽ നന്ദ. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാർ ഒപ്പിട്ടത്? പഞ്ചശീല കരാർ 1954 ആരുമായിട്ടാണ്? ചൈനയുമായി. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ആരാണോ ഒന്ന് കമന്റ് ചെയ്യണേ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏത്? ഉത്തർപ്രദേശിലെ വാരാണസിയാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ V നാരായണൻ. ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഹിരാക്കുഡ്, നമുക്കറിയാം ഹിരാക്കുഡ് മഹാനദിയാണ് അല്ലെ. സർദാർ സരോവർ നർമ്മദയാണ്. കൃഷ്ണരാജസാഗർ കാവേരിയാണ്. നിസാം സാഗർ ഗോദാവരിയാണ്. അപ്പോൾ ഹിരാക്കുഡ് മഹാനദി 1, 3 വരുന്ന ഓപ്ഷൻ നോക്കിക്കേ. 1, 3 വരുന്ന ഓപ്ഷൻ സി ഉണ്ട് അല്ലേ. നോക്കിക്കേ. അപ്പൊ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായി ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരിയാണ്. നീലഗിരി. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ എല്ലാവർക്കും അറിയാം. കൊല്ലം ചെങ്കോട്ട. ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷത അല്ലാത്തതാണ് ചോദ്യം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നു. തെറ്റാണല്ലേ. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു. എന്താണ്? ശരിയാണ്. മഞ്ഞുമൂടപ്പെട്ട പർവ്വതങ്ങൾ. ശരിയാണ്. നിരപ്പായ താഴ്വരകളായ ദൂണുകൾ കാണപ്പെടുന്നു. തെറ്റാണ്. അപ്പോൾ 1ഉം 4ഉം സവിശേഷതയല്ല. ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം എന്തല്ല? സവിശേഷതയല്ല. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം. ശ്രദ്ധിക്കണം. ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം എന്നാണ് നിങ്ങൾ ചോദ്യം വായിച്ചതെങ്കിൽ ഉത്തരം എന്താണ്? ബ്രഹ്മപുരമാണ്. പക്ഷെ നമുക്ക് തന്ന ചോദ്യം എന്താ? മലബാറിലെയാണ്. മലബാറിലെ ഉത്തരം എന്താണ്? നല്ലളം. കോഴിക്കോട് ജില്ലയിലാണ് നല്ലളം അല്ലേ. അപ്പോൾ ചോദ്യം എപ്പോഴും വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മലബാറിലെ എന്ന് എടുത്ത് ചോദിച്ചത് കൊണ്ട് തന്നെ ഉത്തരം നല്ലളമാണ്. ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ചോദിച്ചാൽ ബ്രഹ്മപുരമാണ്. 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. ശരിയായ രീതിയിൽ ദേശീയോദ്യാനം അഥവാ നാഷണൽ പാർക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. പാമ്പാടും ചോല, മതികെട്ടാം ചോല, ഇരവികുളം, സൈലന്റ് വാലി. നോക്കിക്കേ. ഇരവികുളം, സൈലന്റ് വാലി. പാമ്പാടും ചോല എന്താണ്? പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് അല്ലേ. അതുപോലെ തന്നെ മതികെട്ടാൻ ചോല എല്ലാവരും പഠിച്ചിട്ടുണ്ട്. 2003 ദേശീയോദ്യാനമായി വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നായിരുന്നു ഇരവികുളം. ഇരവികുളത്തിന്റെ പ്രത്യേകത എന്താണ്? നീലഗിരി താറാണ് അല്ലേ. 4ാമത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി എന്താണ്? നീലഗിരി കുന്നുകളാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ഡി. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിന് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരേന്ത്യൻ എന്നുള്ള വാക്കാണ് നിങ്ങൾ നോക്കേണ്ടത് അല്ലേ. നോക്കിയേ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഏതാണ്? ലൂ ആണ്. ലൂ. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാണ്. SCERT പാഠപുസ്തകത്തിനുള്ള കോപ്പി പേസ്റ്റ് ചോദ്യങ്ങളാണ് എല്ലാം അല്ലേ. അതേ വാക്യങ്ങൾ അതേ രീതിയിൽ കൊടുത്തിരിക്കുന്നു എന്നതാണ് പ്രത്യേകത. പെരിയാർ നദിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ഏറ്റവും നീളം കൂടിയ നദിയും ഇത് തന്നെയാണ്. പെരിയാറാണ്. ഒരു സംശയവും വേണ്ട. പൗരാണിക കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണ്? പമ്പയാണ്. പമ്പ. ബാരിസ് എന്നറിയപ്പെടുന്ന ആരാണ്? പമ്പയാണ്. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. ശിവഗിരി കുന്നുകളിൽ നിന്നാണ് ഇന്ത്യ ഉത്ഭവിക്കുന്നത്. ശരിയാണ് അല്ലേ. മുതിരപ്പുഴ ഈ നദിയുടെ പോഷക നദിയാണ്. അതും ശരിയാണ്. അപ്പോൾ എന്താണ്? 1, 3, 4 ശരി എന്നതാണ് ഉത്തരം. കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? എന്താണ് കെ സ്മാർട്ട്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഏത്? കെ സ്മാർട്ട്. അപ്പൊ നോക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനെ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ ടൈഗർ റിസർവ്. പെരിയാർ ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ പഞ്ചായത്ത്. പുല്ലമ്പാറ. കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ
മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് നമ്മൾ SCRT പഠിച്ചിട്ടുണ്ട്. എന്താണ്? കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കരേവ സോയിൽ അഥവാ കരേവാസ് മണ്ണ്. ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് മഴനിഴൽ പ്രദേശങ്ങൾ. വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയുക. അപ്പോൾ ആ വാക്കൊന്ന് അടിവരയിട്ട് വയ്ക്കണം അല്ലേ. തെറ്റായത് എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടത്. ശരിയായതെന്ന് വന്നാൽ എന്ത് ചെയ്തു? ഉത്തരം മാറിപ്പോകും. തെറ്റായതാണ് എടുത്തു ചോദിച്ചത്. കല്ലടയാറിന്റെ പതനസ്ഥാനമാണ്. എന്താണ്? തെറ്റാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ശരിയാണ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ശരിയാണ്. മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ തെറ്റാണ് അല്ലേ. അപ്പൊ ഉത്തരം എന്താണ്? 1ഉം 4ഉം തെറ്റാണ്. ഓപ്പറേഷൻ ബ്രഹ്മ പത്രങ്ങളിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്ന ഒന്നാണ് ഓപ്പറേഷൻ ബ്രഹ്മ. എന്താണ് ഓപ്പറേഷൻ ബ്രഹ്മ? മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായിട്ട് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ ബ്രഹ്മ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് എന്നറിയപ്പെടുന്നതുമായ തുറമുഖം. ഇൻഡോ നോർവീജിയൻ ഒന്നും നോക്കണ്ട, എന്താണ്? നീണ്ടകര. കേരളത്തിന്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളമാണ്. തെറ്റാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ആരാണ്? ആലപ്പുഴയാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. തെറ്റാണ്. പീച്ചി അല്ലേ. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത വന പ്രദേശമാണ്. ശരിയാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. അതും ശരിയാണ്. 3ഉം 4ഉമാണ് ശരി. 3ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ 3ഉം 4ഉം ശരിയാണ് എന്നാണ് ശരിയായ ഉത്തരം. അടുത്തത് ചേരുംപടി ചെറുക്കാനാണ്. കരുമാടിക്കുട്ടൻ സ്മാരകം, ചന്ദ്രഗിരി കോട്ട, പുനലൂർ തൂക്കുപാലം, വാഗൺ ട്രാജഡി സ്മാരകം. കരുമാടിക്കുട്ടൻ സ്മാരകം എല്ലാവർക്കും അറിയാൻ ആലപ്പുഴയിലാണ്. കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴയിലാണ്. ചന്ദ്രഗിരി കോട്ട കാസർഗോഡാണ്. പുനലൂർ തൂക്കുപാലം പേരിൽ തന്നെയുണ്ട്. കൊല്ലം. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന എവിടെയാണ്? കൊല്ലം പുനലൂരിലാണ് അല്ലേ. വാഗൺ ട്രാജഡി സ്മാരകം എവിടെയാണ്? വാഗൺ ട്രാജഡി മലബാർ ഭാഗമായിട്ട് മലപ്പുറം. അപ്പോൾ കരുമാടിക്കുട്ടൻ സ്മാരകം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 3 ശരിയായത് ഏതാണ്? ഓപ്ഷൻ സി. അത് ഒന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ശരിയായത് കണ്ടെത്താനാണ്. ബോക്സർ കലാപം എവിടെയാണ്? ബോക്സർ കലാപം ചൈനയാണ്. അപ്പോൾ ഒന്നാമത് എന്താണ്? തെറ്റാണ് അല്ലേ. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക ശരിയാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചൈനയല്ല, ഫ്രാൻസിലാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഓക്കെ, അപ്പോൾ അതും എന്താണ്? തെറ്റാണ്. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ തന്നിരിക്കുന്ന ആകെ ഏതൊക്കെയാണ് ശരി? 2ഉം ശരിയാണ്, 4ഉം ശരിയാണ്. 2, 4 ശരിയാണ്. 29ാമതാണ് ഉത്തരം. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം കോഴിക്കോട്. കോഴിക്കോട്. കോഴിയും കുയിലെന്ന് ഓർക്കാൻ പറഞ്ഞിരുന്നു അല്ലേ. കോകില സന്ദേശം. ഓക്കെ. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ ചേർക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് നോക്കണം. ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്കാണ്. അപ്പോൾ ഏത് വരും? ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. അപ്പോൾ ഏറ്റവും ഉള്ളിൽ അകക്കാമ്പ്, പിന്നെ പുറക്കാമ്പ്, പിന്നെ മാൻഡിൽ, പിന്നെ ഭൂവൽക്കം. അതാണല്ലേ. ഉള്ളിൽ നിന്നും ഉപരിതലത്തിലേക്ക്. അപ്പോൾ നേരെ തിരിച്ചാണ് ചോദ്യം. ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്കാണ്. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പാണോ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്കുള്ള ക്രമം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക എന്നാണ്. സംസ്ഥാന സർക്കാർ ഈ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. ഇതിന് ഉത്തരമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുള്ളതാണ് എന്നാണ് ഉദ്ദേശിച്ചത്. ഈ ചോദ്യത്തിൽ ഇതിന് ഉത്തരമില്ല. ഓക്കെ. 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? വാൽ കിൽമർ ഏതാണ്? ചലച്ചിത്ര രംഗമാണോ? ചലച്ചിത്ര രംഗത്ത് പ്രശസ്തനായ വ്യക്തിയാണോ വാൽ കിൽമർ? അപ്പോൾ വിയോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിർബന്ധമായിട്ടും പഠിക്കണം. ഓരോ മേഖലയും എടുത്ത് ആരൊക്കെയാണ്, അത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടു എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. വാൽ കിൽമർ ഏതാണ്? ചലച്ചിത്ര രംഗമാണ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ്? സാറ ജോസഫ്. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ഒഡീഷയിലാണ്. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസ്റ്റ് അക്കാദമി എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസ്റ്റ് അക്കാദമിയും പാർക്കും നിലയിൽ വരുന്നത് ശാസ്താംപാറയിലാണ്. കരിമ്പൻ എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ കരിമ്പൻ ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ്? കരിമ്പൻ ഫംഗസ് ബാധയാണ്. കരിമ്പൻ എന്താണ്? ഫംഗസ് ആണ്. നാഗപതിവയ്ക്കൽ എന്താണ്? നാഗപതിവയ്ക്കൽ കുരുമുളകുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം ഏതാണ്? കുരുമുളക്.
മനുഷ്യ ശരീരത്തിൽ ആന്തര സംസ്കൃതി ഫലത്തിന് സഹായിക്കുന്നത് ഹൈപ്പോ തലാമസ് ആണ്. തലാമസും ഹൈപ്പോ തലാമസും മാറിപ്പോകരുത്. തലാമസിന് തൊട്ട് താഴെയാണ് ഹൈപ്പോ തലാമസ്. ആന്തര സമസ്ഥിതി പാലനം. റിലേ സ്റ്റേഷൻ ഓഫ് ദ ബോഡിയാണ് ഏത്? തലാമസ്. ഓക്കെ. സെറിബ്രം എന്താണ്? ബുദ്ധി, ഓർമ്മ, ചിന്താഭാവന തുടങ്ങിയവയുടെ കേന്ദ്രമാണ്. സെറിബെല്ലം എന്താണ്? ശരീര തുലന നില പാലിക്കുന്നതാണ്. ആര്? സെറിബെല്ലം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം കേന്ദ്രമാണ്. ചോദ്യം എന്താണ്? തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം. തോട്ടവിളയാണെങ്കിൽ കാസർഗോഡ്. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. ഓക്കെ. റെറ്റിനാൾ, വിറ്റമിൻ എ, വിറ്റമിൻ ഇ എന്താണ്? ടോക്കോഫെറോൾ. വിറ്റമിൻ ബി എന്താണ്? B1 തയമിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. B5 പെൻഡോത്തനിക്. അപ്പോൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒന്നായിരുന്നു ഏതാണ്? വൈറ്റമിൻ്റെ രാസനാമങ്ങൾ അല്ലേ? സിംല കരാർ അറിയാം. ഇന്ത്യ പാക് യുദ്ധം, പഹൽഗാം ഭീകരാക്രമണവും തിരിച്ചടിയുമായി ബന്ധപ്പെട്ട സമയത്തൊക്കെ നമ്മൾ വാർത്തകളിൽ വായിച്ചതാണ്. സിംല കരാർ റദ്ദാക്കി. ആരൊക്കെയാണ് അപ്പോൾ സിംല കരാർ? ഇന്ത്യ പാകിസ്ഥാന്. ആനുകാലിക പ്രസക്തിയുള്ള ചോദ്യമാണ് അല്ലേ? അപ്പോൾ സിംല കരാർ ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ. അപ്പോൾ തന്നിരിക്കുന്നതിൽ യുനെസ്കോ അംഗീകാരം ലഭിച്ചത് ആകെ ഒന്നുള്ളതാണ്, കൂടിയാട്ടം. ഒന്ന് മാത്രം ശരിയതാണ് ഉത്തരം. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായതാണ് ചോദ്യം. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീ ദർപ്പണങ്ങളാണ് ഇവ. എന്താണ്? അത് തെറ്റാണല്ലേ? അത് കോൺകേവ് ആണ്. നമ്മുടെ ചോദ്യം കോൺവെക്സ് ആണ്. അപ്പോൾ കോൺകേവ് ആണ് പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞത്. പുറത്തോട്ട് തള്ളി നിൽക്കുന്നതാണെങ്കിലോ അതെന്താണ്? അത് കോൺവെക്സ് ആണ്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് ശരിയാണ്. ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നത് ശരിയാണ്. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീ ദർപ്പണങ്ങൾ. അപ്പോൾ എന്താണ് ഇതിൽ ശരിയായി തിരഞ്ഞെടുക്കാനാണ് 2, 4. ക്ഷമിക്കണം. വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ഉപയോഗിക്കുന്നത് അത് ശരിയാണ്. പ്രതിപതന തലം പുറത്തേക്ക് ഒന്നി നിൽക്കുന്ന ഗോളീ ദർപ്പണം അത് ശരിയാണ്. അപ്പോൾ പ്രസ്താവന 2ഉം 4ഉമാണ് ശരി. ഷേവിംഗ് മിററായിട്ട് ഏതാണ്? കോൺ കേവ് ആണ്. കോൺ കേവ് ആണ്. ഓക്കെ. താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഇപ്പോൾ NRTC കോഡ് എല്ലാവർക്കും അറിയാലോ. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ അല്ലേ? അപ്പോൾ ഇലക്ട്രോൺ JJ തോംസൺ ശരിയാണ്. പ്രോട്ടോൺ ആരാണ്? റുദർഫോർഡ് ആണ്. ഓക്കെ. ന്യൂട്രോൺ ആരാണ്? ചാഡ്വിക് ആണ് അല്ലേ? ഏതാണ്? ഒന്ന് മാത്രമാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. അടുത്തത് 1 മാത്രം. ഓക്കെ. താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ? സിങ്കിൻ്റെ അല്ലേ? ഇതാണ് കലാമിൻ ആണ്. കലാമിൻ അയിര് അല്ലേ? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ 1 ഹെൻറി കാവൻഡിഷ് ആണ് കണ്ടെത്തിയത്. എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഹൈഡ്രജൻ ആണ് അല്ലേ? താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത്. അതായത് താപപ്രേഷണ രീതികൾ നമ്മൾ അറിയണം എന്നുള്ളതാണ്. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ചോദ്യം വളരെ വ്യക്തമാണ്. താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ 3ഉം എന്താണ്? ശരിയാണ്. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ. അടുത്തത് 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? ക്വാണ്ടം ഡോട്ട്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ സമീർ വി കാമത്താണ്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. പദവികൾ നിർബന്ധമായിട്ട് നോക്കേണ്ടതായിരുന്നു അല്ലേ? സമീർ വി കാമത്ത്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടുത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? ശരിക്കും പറഞ്ഞാൽ ഹിമാലയം ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ആണ്. പക്ഷെ തന്നിരിക്കുന്നതിൽ വടക്കേ കിഴക്കൻ ഹിമാലയമാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഇന്ത്യയിൽ ഉൾപ്പെടാത്തത്. ഓക്കെ. അടുത്തത് മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം. ഇപ്പോൾ മലമ്പനിക്ക് രോഗകാരിയായാണ് പ്ലാസ്മോഡിയമാണ്. അത് ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ്? പ്രോട്ടോസോവയാണ്. മലമ്പനി രോഗകാരി ആരാണ്? പ്രോട്ടോസോവ. ഓർത്ത് വയ്ക്കണേ. ഓക്കെ. അടുത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് രോഗപരിശോധനകൾ അല്ലേ? എപ്പോഴും വരുന്ന ചോദ്യമാണ് രോഗപരിശോധനകൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യം വൈഡൽ ടെസ്റ്റ്. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ സഹായിക്കുന്നു? വൈഡൽ എന്താണ്? സാൽമണല്ല ടൈഫി. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം. ഫാഗോസൈറ്റിക് ഏതാണ്? മോണോസൈറ്റ് ആണ്. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? മോണോസൈറ്റ്. ഓക്കെ. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്ര? ഒരു കാർഡിയാക് സൈക്കിൾ എന്താണ്? 0.8 ആണ്. മൊത്തം 1 മിനിറ്റിൽ 72 തവണ എന്ന് ഓർത്ത് വെച്ചാൽ മതി. 0.8 സെക്കൻഡ് ആണ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ആരാണ്? ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണം ലെപ്റ്റോസ്പൈറ. എലിപ്പനി കാരണമാകുന്നത് ബാക്ടീരിയയാണ്. കൂടെ ഓർത്ത് വയ്ക്കണം. ലെപ്റ്റോസ്പൈറ. ബാക്കി എല്ലാ പനികളും വൈറസ് ആണെങ്കിൽ എലിപ്പനി എന്താണ്? ബാക്ടീരിയയാണ്. ബാക്കി എല്ലാ പനികളും വൈറസ് ആണെങ്കിൽ എലിപ്പനി എന്താണ്? ബാക്ടീരിയ. എല്ലാ പനികളും വൈറസ് ആണെങ്കിൽ എലിപ്പനി ബാക്ടീരിയ. പ്രത്യേകം ഓർത്ത് വയ്ക്കണേ. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ. ക്ഷയം എന്താണ്? BCG.
രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എന്താണ്? 9 മുതൽ 11 mg അല്ലേ? 9 to 11. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥരപാളി ഏതാണ്? മെനിഞ്ചസ്. ഓക്കെ. മുറിവുണ്ടാകുമ്പോൾ രക്തം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ അല്ലെങ്കിൽ ഫില്ലോക്വിനോൺ അല്ലേ? രാസനാമം എന്താണ്? ഫില്ലോക്വിനോൺ. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനായിട്ട് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. അപ്പോൾ പ്രമേഹം മിഠായി എന്ന് ഓർത്ത് വെച്ചാൽ മതിയല്ലോ. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരിയാരാണ്? നെഗ്ലേറിയ ഫൗലേറിയാണ് ഉത്തരം. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്നത് നെഗ്ലേറിയ ഫൗലേറി. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആശാധാര എന്ന പദ്ധതിക്കാണ്. ആശാധാര. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. പദ്ധതികളുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു ആശാധാര. അടുത്തത്, ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. ഗുരുവായൂർ സത്യാഗ്രഹം, ഈഴവ മെമ്മോറിയൽ, പാലിയം സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം എല്ലാവർക്കും അറിയാം 1931. ഈഴവ മെമ്മോറിയലോ 1896, 1896 പാലിയം 1947 ഡിസംബറിലാണ് തുടങ്ങുന്നത് അല്ലേ? 48 വരെ ഉണ്ടായിരുന്നു. പക്ഷെ വർഷം ചോദിച്ചാൽ പാലിയം സത്യാഗ്രഹം 1947. വൈക്കം സത്യാഗ്രഹം 1924. അപ്പോൾ ആദ്യം വരുന്നത് ഈഴവ മെമ്മോറിയൽ അല്ലേ? 1896. രണ്ടാമത് വരുന്നത് വൈക്കം സത്യാഗ്രഹം 1924 അഥവാ 1924. മൂന്നാമത് ഗുരുവായൂർ സത്യാഗ്രഹം 1931. നാലാമത് പാലിയം സത്യാഗ്രഹം 1947. അപ്പോൾ 2413. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? സർ സി ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ. 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ ആരാണ്? ലോർഡ് കേഴ്സൺ പ്രഭു അല്ലേ? താഴെ തന്നിരിക്കുന്ന ശരിയായ ജോഡി കണ്ടെത്താനാണ്. ആത്മവിദ്യാസംഘം ഒരു സംശയവും വേണ്ട വാഗ്ഭടാനന്ദൻ തന്നെയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി രൂപീകരിച്ചത് എന്ന പത്രം തുടക്കം കുറിച്ചത്. അതുപോലെ തന്നെ കുര്യക്കോസ് എലിയസ് ചാവറയാണ് ആത്മനുതപം കുര്യക്കോസ് എലിയസ് ചാവറ. അപ്പോൾ ആത്മവിദ്യാസംഘം ശ്രദ്ധിക്കണം. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ് സ്വദേശാഭിമാനി, കുര്യക്കോസ് എലിയസ് ചാവറയുടേതാണ് ആത്മനുതപം. അപ്പോൾ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഉത്തരം. എല്ലാം ശരി. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? വൈകുണ്ഠ സ്വാമികൾ. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയാണ് DK കാർവേ. SCRT സ്ഥിരം വരുന്ന ചോദ്യമാണ് അല്ലേ? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം? ചൗര സംഭവം. പോലീസ് സ്റ്റേഷനൊക്കെ കത്തിക്കുന്ന സംഭവം ഉണ്ടല്ലോ. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സായത്? കിറ്റ് ഇന്ത്യ പ്രമേയം ബോംബെ അഥവാ ഇന്നത്തെ മുംബൈ അല്ലേ? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. SCRT സ്ഥിരം ചോദ്യം. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ പറഞ്ഞേ. വില്യം ജോൺസ്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? ലോക്സഭയിൽ. ധനബിൽ എവിടെയാണ്? ലോക്സഭയിൽ. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? സ്പീക്കറാണ്. ഓക്കെ, മണി ബില്ലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഒന്ന് കമന്റ് ചെയ്യണേ. മണി ബില്ലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് കമന്റ് ചെയ്യണേ. മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? റിട്ടുമായി ബന്ധപ്പെട്ട ചോദ്യം അല്ലേ? 226 ആണെങ്കിൽ ഹൈക്കോടതിയാണ്. ആർട്ടിക്കിൾ 32 ആണെങ്കിൽ സുപ്രീം കോടതിയാണ്. അപ്പോൾ 226 ചോദ്യം. ഹൈക്കോടതിയാണ് ഉത്തരം. ഹൈക്കോടതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61ാം ഭരണഘടനാ ഭേദഗതിയാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ഓക്കെ, 18 61ാം ഭേദഗതിയിലൂടെതാണ്. ഓർത്തു വയ്ക്കണം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു അത്. സ്ഥിരമായിട്ട് വരുന്ന ചോദ്യം കൂടെയാണ്. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടുത്ത ചോദ്യമാണ്. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം എന്താണ്? രണ്ടുപേർക്കും തീരുമാനിക്കാം. കൺകറന്റ് ലിസ്റ്റാണ്. താഴെ പറയുന്നതിൽ രാജ്യസഭയെക്കുറിച്ച് പറയുന്ന ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സ്ഥിരം സഭ എന്നറിയപ്പെടുന്നു. 5 വർഷമാണ് സഭയുടെ കാലാവധി. സ്പീക്കർ അധ്യക്ഷത വഹിക്കുന്നത്. തെറ്റാണ് അല്ലേ? അപ്പോൾ നോക്കിക്കേ, സംസ്ഥാനങ്ങളുടെ കൗൺസിലാണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ശരിയാണ് അല്ലേ? കൗൺസിൽ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ആളുകളുടെ ആണെന്നുണ്ടെങ്കിൽ ലോക്സഭയാണ്, ജനങ്ങളുടെ ആണെങ്കിൽ. പക്ഷേ
സ്റ്റേറ്റ് ആണെങ്കിലോ, സംസ്ഥാന കൗൺസിലാണെങ്കിലോ അതിന് വിളിക്കുന്ന പേരെന്താണ്? രാജ്യസഭയാണ്. സ്ഥിരം സഭയാണോ? ശരിയാണ്, സ്ഥിരം സഭയാണ്. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. രാജ്യസഭ അംഗത്തിനാണ് 6 വർഷം കാലാവധി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? 5 വർഷമാണ് സഭയുടെ കാലാവധി. തെറ്റാണ്. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. സ്പീക്കർ അധ്യക്ഷത വഹിക്കുന്നു. തെറ്റാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര, അപ്പോൾ ഇതിന് ഉത്തരം എന്താണ്? 1, 2 ശരിയെന്നുള്ളതാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച ദിവസമാണ് 2025 മെയ് 2. 2025 മെയ് 2. ആനുകാലികങ്ങളിൽ നിന്ന് വളരെ അടുത്ത് നിൽക്കുന്ന ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് അല്ലേ? മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലെ ആനുകാലിക ചോദ്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇനി വരുന്ന പരീക്ഷകൾക്കും മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വളരെ 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 അടുത്ത ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആണ് PSC ചോദിക്കുന്നത്. ഓരോ ദിവസവും നിങ്ങൾ മാർക്ക് ചെയ്ത് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.